നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് നാളെ ഓഗസ്റ്റ് 7-ാം തീയതി കർക്കിടക മാസത്തിലെ 4ാമത്തെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. കർക്കിടക മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളും ഭഗവതിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദുർഗാദേവി ക്ഷേത്രമോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രമോ ഒക്കെ വീടിനടുത്തുണ്ടെങ്കിൽ ആ ഒരു ദിവസം വെള്ളിയാഴ്ചകളിൽ രാഹുകാല സമയത്ത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ലളിതാ സഹസ്രനാമമാണ് ചൊല്ലേണ്ടത് ആ ഒരു സമയത്ത്. ഇത് രാഹുദോഷമുള്ളവർ മാത്രമല്ല, ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതിന് വെള്ളിയാഴ്ച രാഹുകാല സമയത്ത് ദേവീക്ഷേത്രത്തിൽ പോയി ലളിതാ സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. ഇപ്രാവശ്യം വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ രാവിലത്തെ സമയത്ത് കാർത്തിക നക്ഷത്രമാണ്. അതായത് രാവിലെ ശുക്രഹോര സമയത്ത്. രാവിലെ ശുക്രഹോര എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ താമസിക്കുന്നിടത്ത് സൂര്യോദയം മുതലുള്ള ആദ്യത്തെ 1 മണിക്കൂർ സമയമാണ് രാവിലത്തെ ശുക്രഹോര. പിന്നെ നമ്മൾ പൂജ ചെയ്യുന്നത് രാത്രി വരുന്ന ശുക്രഹോരയാണ്. അത് സാധാരണയായി 8 മണി മുതൽ 9 മണി വരെയാണ്. അതിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ 8:30 മുതൽ 9:30 വരെയൊക്കെയാണ് ശുക്രഹോര വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ശുക്രഹോര സമയത്ത് തന്നെ പൂജ ചെയ്യണം എന്നുള്ളവർക്ക് ഗൂഗിളിൽ ടുഡേസ് ഹോര എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ദിവസത്തെ എല്ലാ ഹോര ടൈമിങ്സും കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ശുക്രഹോര കണ്ടുപിടിച്ച് ആ ടൈമിൽ ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. ഇത് ഹോര ടൈമിങ്സ് എടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ രാവിലെ സൂര്യോദയം മുതലുള്ള ആദ്യത്തെ 1 മണിക്കൂറും രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയവും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പടിപൂജയാണ്. രാവിലെ ശുക്രഹോരയിൽ വേണം പടിപൂജ ചെയ്യേണ്ടത്. പടിപൂജ ചെയ്യുന്നത് വഴി നമ്മുടെ വീട്ടിൽ കുലദൈവത്തിന്റെ അനുഗ്രഹവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഒരുപോലെ തന്നെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നമ്മുടെ വാതിൽ പടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് അതിൽ റോസ് വാട്ടറും പച്ചക്കർപ്പൂരവും ജവ്വാദും ഒക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് തേച്ചാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് 2 സൈഡിൽ വലിയ റൗണ്ടിൽ ചന്ദനം വെച്ച് കുങ്കുമം വെച്ച് മഹാലക്ഷ്മിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഗർബത്തി കൊണ്ട് ധൂപ ആരതി എടുക്കുക. അതിനുശേഷം കർപ്പൂര ആരതി എടുത്ത് പടിയിൽ തൊട്ടു തൊഴുകയാണ് വേണ്ടത്. ആ പടിയുടെ 2 സൈഡിലും പൂക്കൾ വെക്കാൻ സാധിക്കും എന്നുള്ളവർക്ക് പൂക്കൾ വെക്കാവുന്നതാണ്. നിത്യവും ആ പടിയിൽ ചവിട്ടിയാണ് നടക്കുന്നതെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ, പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട്, ആ പടിയിൽ ചവിട്ടുമെന്നുണ്ടെങ്കിൽ ആ പടിയിൽ ചവിട്ടുന്ന ഭാഗത്ത് മഞ്ഞൾ തേക്കാതിരിക്കുക. പകരം നമുക്ക് കുറച്ച് റോസ് വാട്ടറിൽ ജവ്വാദമിട്ട് ഒന്ന് തുടച്ച് എടുത്താൽ മാത്രം മതി. മഞ്ഞൾപ്പൊടി അതിൽ ചേർക്കാതിരിക്കുക. ആദ്യം തന്നെ പടിപൂജ ചെയ്തു കഴിഞ്ഞാൽ തുളസി പൂജ വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്നവരാണെങ്കിൽ തുളസി പൂജ ചെയ്യുക. അതിനുശേഷം നമുക്ക് മഹാലക്ഷ്മിക്ക് 27 ഏലക്ക കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. അത് രാവിലെ ചെയ്യുന്നവർക്ക് രാവിലെ ചെയ്യാം, അല്ലെങ്കിൽ രാത്രി വരുന്ന ശുക്രഹോരയിൽ ചെയ്യാവുന്നതാണ്. രാവിലെ ശുക്രഹോരയിൽ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഉരുളിയിൽ വെള്ളമൊക്കെ നിറച്ച് അതിൽ പൂക്കളിട്ട് അലങ്കരിക്കുക എന്നുള്ളതാണ്. അതും വെള്ളിയാഴ്ച ദിവസമാണ്, രാവിലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ ചെയ്യുകയാണെങ്കിലും സന്ധ്യയ്ക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്രാവശ്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ നിലവിളക്ക് തന്നെ പൂജിക്കാവുന്നതാണ്. വെള്ളിയാഴ്ചകളിൽ വിളക്ക് പൂജ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വിളക്ക് നല്ലതുപോലെ അലങ്കരിച്ച് ആദ്യം തന്നെ വിളക്ക് കഴുകി അതിന് ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടൊക്കെ ഇട്ട് അലങ്കരിച്ച് ആ വിളക്കിന്റെ ആ തണ്ടിൽ കുറച്ച് മുല്ലപ്പൂക്കളൊക്കെ കെട്ടിവെച്ച് നമ്മൾ ധനുമാസത്തിലെ ബ്രഹ്മമുഹൂർത്ത പൂജ ചെയ്തതുപോലെ വിളക്കിനെ അലങ്കരിച്ച് എന്നിട്ട് നമുക്ക് ആ വിളക്കിന് മഹാലക്ഷ്മി അഷ്ടകവും കനകധാരാ സ്തോത്രവും ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ്. നിലവിളക്കിൽ 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് നമുക്ക് ദീപം കൊളുത്താവുന്നതാണ്. താമരത്തണ്ട് തിരി ഉള്ളവർക്ക് താമരത്തണ്ട് തിരി ഉപയോഗിക്കാം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ തിരി ഉപയോഗിച്ചാൽ മതി. നെയ്യ് ദീപമാണ് കൊളുത്തേണ്ടത്. ആ നെയ്യിലേക്ക് 1 നുള്ള് പച്ചക്കർപ്പൂരം പൊടിച്ചു ചേർക്കാവുന്നതാണ്. നാളെ വെള്ളിയാഴ്ചയും കാർത്തിക നക്ഷത്രവും ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിൽ ഹസ്ബൻഡും വൈഫും കലഹങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ഈ ഒരു ദിവസം വ്രതമെടുത്ത് മുരുകനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിലെ കാർത്തിക പൂജയൊക്കെ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിലും
ഈ ഒരു കാര്യത്തിന് വേണ്ടി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാപ്പിയായി ജീവിക്കുന്നതിന് വേണ്ടി വെള്ളിയാഴ്ചയും കാർത്തിക നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് മുരുകനെ. എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം വരെയും പാലും പഴങ്ങളും വേണം കഴിച്ചുകൊണ്ടിരിക്കേണ്ടത്. കാരണം കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ വളരെയധികം ബലവാനായി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ ചന്ദ്രൻ ബലവാനായി നിൽക്കുന്ന നക്ഷത്രത്തിൽ നമ്മൾ വ്രതമെടുക്കുമ്പോൾ വേവിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമുക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും. പാലെന്ന് പറയുന്നത് ചന്ദ്രനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ പാല് കുടിക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ സന്ധ്യയ്ക്ക് ശേഷം വേണം കഴിക്കേണ്ടത്, കാർത്തിക വ്രതമൊക്കെ അനുഷ്ഠിക്കുമ്പോൾ. അപ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ ആരോഗ്യസ്ഥിതി അതിന് അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇനി രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചന്ദ്രഭഗവാന് 27 ഭാര്യമാരാണ്. ഈ 27 നക്ഷത്രങ്ങളാണ് ചന്ദ്രഭഗവാന്റെ ഭാര്യമാരായിട്ട് പറയുന്നത്. അതിൽ ചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ രോഹിണിയാണ്. ഈ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അന്നദാനം നടത്തുക എന്നുള്ളതാണ്. ഒരാൾക്കോ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക്, അതൊക്കെ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് അന്നദാനം നടത്താവുന്നതാണ്. രോഹിണി നക്ഷത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദിവസം വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നത് അവോയ്ഡ് ചെയ്യണം എന്നാണ്. അതിന് പിന്നിലൊരു കാര്യമുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിൽ പോകുന്നതും അഷ്ടലക്ഷ്മിമാരെ പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിളക്കിനെയാണ് ഇപ്രാവശ്യം ദേവിയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി ഓരോ 4 വരികൾ ചൊല്ലി ദേവിക്ക് ആ വിളക്കിന് പൂക്കൾ സമർപ്പിക്കാവുന്നതാണ്. കാർത്തിക നക്ഷത്രമാണെങ്കിലും അതുപോലെ രോഹിണി നക്ഷത്രമാണെങ്കിലും ചന്ദ്രനുമായി വളരെ റിലേറ്റഡ് ആയിട്ടുള്ള നക്ഷത്രങ്ങളായതുകൊണ്ട് തന്നെ വെള്ളപ്പൂക്കൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മുത്തുണ്ടെങ്കിൽ മുത്തുകൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇല്ല എന്ന് കരുതി നമ്മൾ ചെയ്യാതിരിക്കരുത്. നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചെയ്താൽ മതി. ഇനി നിവേദ്യമാണ്. നിവേദ്യവും വെള്ള നിറത്തിലുള്ള നിവേദ്യം. 1 ഗ്ലാസ് പാല് കാച്ചി കൽക്കണ്ടിട്ട് വേണം കാച്ചേണ്ടത്. പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടിടുക. പാല് കാച്ചിയതിന് ശേഷം നമുക്ക് 2-3 കുങ്കുമപ്പൂവിന്റെ സ്ട്രാൻഡ്സ് കൂടി ഇട്ട് വെക്കാവുന്നതാണ്. ഇപ്പോൾ പാൽപായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും അതിന് മുകളിലായിട്ട് കുങ്കുമപ്പൂ ഇടാൻ മറക്കാതിരിക്കുക. പാലാണെങ്കിലും പാൽപായസമാണെങ്കിലും കുങ്കുമപ്പൂ ഇടുക. വീട്ടിൽ കുങ്കുമപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം അത് അവോയ്ഡ് ചെയ്താൽ മതി. കാരണം രോഹിണി നക്ഷത്രത്തിന്റെ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പാല്, തൈര്, വെണ്ണ തുടങ്ങിയവയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം ഈ വസ്തുക്കളിൽ ഏത് വേണമെങ്കിലും നമുക്ക് നിവേദ്യമായി വെക്കാം. വീട്ടിൽ വെണ്ണയുള്ളവർക്ക് വെണ്ണ വെക്കാം, തൈരുള്ളവർക്ക് തൈര് വെക്കാം. മഹാലക്ഷ്മി അഷ്ടകമാണ് ചൊല്ലേണ്ടത്. കൂട്ടത്തിൽ കനകധാര സ്തോത്രവും ചൊല്ലാവുന്നതാണ്. കനകധാര സ്തോത്രം ചൊല്ലുന്നത് കൊണ്ട് തന്നെ ദേവിക്ക് 1 നെല്ലിക്ക നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് കനകധാര സ്തോത്രം ചൊല്ലാം. അങ്ങനെ നമ്മൾ സമർപ്പിക്കുന്ന ആ നെല്ലിക്ക നമുക്ക് തന്നെ കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.